സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയും മഴയും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇതിനിടെ 2 ദിവസം മഴ പൂർണ്ണമായി മാറി നിന്നതോടെ UAE-യിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക്. ദുബായിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെയും വെള്ളക്കെട്ട് നീക്കാനായി ഷാർജയിൽ പലയിടങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ സജീവമാണ്. മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന പ്രവൃത്തി രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണ്. ദുബായിലെ ഒട്ടുമിക്ക റോഡുകളിലെയും വെള്ളം നീക്കാനായിട്ടുണ്ടെങ്കിലും ഗതാഗതം പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ദുബായ് എയർപോർട്ട് ടണൽ ഉൾപ്പെടെയുള്ള തുരങ്ക പാതകളിൽ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. UAE അധികൃതർക്കൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വിവിധ കൂട്ടായ്മകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് പലയിടത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനൊപ്പം ആവശ്യക്കാർക്ക് ഭക്ഷണവും എത്തിച്ച് നൽകുന്നുണ്ട് ഇവർ. ഷാർജയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. വെള്ളം നീക്കം ചെയ്യാനാകാത്തതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് കെട്ടിട സമുച്ചയങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് പലരും വീട് വിട്ട് ബന്ധുവീടുകളിലേക്ക് മാറി. വെള്ളക്കെട്ടിൽ ഒട്ടേറെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. പലയിടത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മഴയിൽ ഒലിച്ചുപോയ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള വിവിധ പൊതു ഇടങ്ങളിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മഴ ഏറെ നാശം വിതച്ച ദുബായിലെയും വടക്കൻ എമിറേറ്റ്സിലെയും ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് സഹായം എത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിംഗ് ആണെന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഞായറാഴ്ച വരെ രാജ്യത്ത് മഴ ഉണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനം.